ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പട്ടാമ്പിയെ രാജ്യത്തെ ആദ്യ വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റുന്ന പദ്ധതിയുടെ പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. NIT, CET എന്നിവയിലെ വിദഗ്ധ സംഘമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വികസന പദ്ധതി വിശദീകരണവും അഭിപ്രായ ശേഖരണവും നടന്നു. NIT പ്രൊഫസർ ഡോക്ടർ ഫിറോസ് പഠന റിപ്പോർട്ട് വിശദീകരിച്ചു. വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വാർഡ് തലം മുതൽ സന്ദർശിച്ച് തയ്യാറാക്കിയ പഠന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോസിൻ MLA വിശദീകരണം നടത്തി. അതോടൊപ്പം തന്നെ വായനശാലകളെ ലേണിംഗ് സെന്ററുകളാക്കുക മാത്രമല്ല, നമ്മുടെ പ്രദേശത്തെ ഓരോ ആളുകൾക്കും ഓരോ കാലത്തിനനുസരിച്ച് അവരുടെ നീഡിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനനുസരിച്ച് അവർക്ക് ജീവിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഒരുക്കണം. ഒപ്പം തന്നെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എല്ലാം ഉണ്ടായാലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. തൊഴിൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ടൗണുകൾ ഇപ്പൊ നമുക്കറിയാം, മിക്കവാറും പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ ടൗണുകളും നവീകരണത്തിന് തുടക്കമിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ കാലയളവിലാണ്. പട്ടാമ്പി ടൗൺ നവീകരണം പല എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ആയിട്ട് പലരും പറയാറുണ്ട്. കോടതി കേസടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും ടൗൺ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓങ്ങല്ലൂർ ടൗൺ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുളയിങ്കാവ് ടൗൺ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. കൊപ്പം ടൗൺ നവീകരണം ആദ്യഘട്ടം പൂർത്തീകരിച്ച് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തൃത്താലക്കൊപ്പം ടൗൺ നവീകരണത്തിന് ഫണ്ട് വെച്ചു. അങ്ങനെ തുടങ്ങി നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മുതല ടൗൺ നവീകരണം അതും നടക്കാൻ പോവുകയാണ്. ഇങ്ങനെ വിവിധ ടൗണുകളുടെ നവീകരണങ്ങൾ കൂടി നമ്മൾ നടത്തുന്നുണ്ട്. കാരണം ആളുകൾക്ക് ബ്രീത്ത് ചെയ്യാൻ, ആളുകൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ, ആളുകൾക്ക് അത്യാവശ്യ ടൗണുകളിലൊക്കെ തന്നെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ വാഹനങ്ങളും ട്രാഫിക്കിനൊക്കെ കുറച്ചും കൂടെ സുഗമമായി പോകാനുള്ള സംവിധാനം വേണം. നമ്മൾ പട്ടാമ്പി പാലം നടക്കില്ല എന്ന് പറഞ്ഞ പാലം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നുണ്ട്. മേൽപ്പാലങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ ഫണ്ട് വെച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ സാധാരണ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം പോരാ. അതിന്റെ പിറകിൽ ഒരു വലിയ വിഷൻ വരുന്ന 20 വർഷം, 30 വർഷം, 50 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പട്ടാമ്പി, എങ്ങനെയായിരിക്കണം പട്ടാമ്പിക്കാരുടെ ജീവിതം എന്നുള്ളത് കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കിലയുടെ ഡോക്ടർ അജിത് കാളിയത്തുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കിലയുടെ ഒരു പ്രവർത്തനം, ഒരു സ്റ്റഡി വായനശാലകളുമായി ബന്ധപ്പെട്ട് ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കി. അങ്ങനെ കില ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ കോഴിക്കോട് NIT, നമുക്കറിയാം സെന്റർ ഫോർ എക്സലൻസ് ആണ്, വലിയ സ്ഥാപനമാണ്, നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. ആ സ്ഥാപനത്തിലെ ഡോക്ടർ ഫിറോസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അവര് ഇവിടെ വന്ന് വളരെ കൃത്യമായി നമ്മുടെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എന്തൊക്കെയാണ് നടത്താൻ കഴിയുന്നത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള മിനിമം ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് അപ്രൂവലോടുകൂടി ആണ് അത് നടത്തിയിട്ടുള്ളത്. അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. NIT പ്രൊഫസർ ഡോക്ടർ ഫിറോസ് പഠന റിപ്പോർട്ട് വിശദീകരിച്ചു. പിന്നെ ഇവിടെ ഇപ്പോ MLA സാർ ഒരുപാട് പ്രൊജക്ട്സുകളൊക്കെ കൊണ്ടുവന്നു. എല്ലാത്തിനും അപ്രീസിയബിൾ ആണ്. ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ഓക്സിജൻ പാർക്കിൽ ഞാൻ ഇന്നലെ പോയിരുന്നു. പക്ഷെ ഞാൻ അതിന് മുമ്പ് ഞാൻ അവിടെ പോയിട്ടേ ഇല്ല. ഭാവി മുന്നിൽ കണ്ടുള്ള നഗര വികസനം, പശ്ചാത്തല സൗകര്യങ്ങൾ, കണക്ടിവിറ്റി, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, വിവിധതരം സമൂഹങ്ങളുടെ വികസന ആവശ്യങ്ങൾക്കുള്ള പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ഒരുക്കിയത്. കില പ്രൊഫസർ അജിത് കാളിയത്ത്, കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ ഫിറോസ്, തിരുവനന്തപുരം CET പ്രതിനിധി ഹൃതികേഷ്, ശ്രദ്ധ കോർഡിനേറ്റർ ഡോക്ടർ ആഷിഫ് എന്നിവർ സംസാരിച്ചു. അപ്പൊ അതിനെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ നഗരത്തിന്റെ സെന്ററുകളിൽ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, പാർക്കിങ്ങും സ്ട്രീറ്റ് വെൻഡിങ്ങും ഇന്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ്. പിന്നെ പാർക്കിംഗ്, ഒരു ക്ലിയർ പാർക്കിംഗ് ലോട്ട് ഡിസൈൻ ചെയ്താൽ എല്ലാവർക്കും ഇപ്പൊ ഈ വരുന്ന വഴിക്ക് ഓങ്ങല്ലൂർ പോകുന്ന വഴിയിൽ നല്ല രീതിയിലുള്ള റോഡാണ്. തോന്നിയ പോലെ റോഡ് സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്യും. ഒരു ബേസിക് പാർക്കിംഗ് റെഗുലേഷൻ പ്ലാൻ അവിടെ കൊണ്ടുവന്നു. ചെറിയ കാര്യമാണ്, ആ രീതി എല്ലാം ഉണ്ട്. പക്ഷെ പാർക്കിംഗ് എന്റെ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു 5 രൂപ 10 രൂപ ഒരു റെഗുലേറ്ററി മെക്കാനിസം വെച്ച് ഒരു കളക്ഷൻ ഫീസും വെച്ച് എല്ലാവർക്കും ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.